ലഡാക്ക് സംഘർഷത്തിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കേസെടുത്തു. ഫുൻസോക് സ്റ്റാങ്കിൽ സെബാഗിനെതിരെയാണ് കേസെടുത്തത്. സംഘർഷം തുടങ്ങിവെച്ചത് ഇയാളാണെന്ന് BJP ആരോപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ലഡാക്കിലെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഒരാൾക്കെതിരെയാണ് ഈ ഒരു നീക്കം വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോൺഗ്രസ് കൗൺസിലർ തന്നെയാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകാൻ പ്രധാനമായും കാരണമായത് എന്നുള്ള കാര്യം BJP ഇന്നലെ തന്നെ ആരോപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫുൻസോക് സ്റ്റാൻസിൻ സെപ്പാഗ് എന്നാണ്. ഇയാളുടെ ചില ചിത്രങ്ങൾ, അതായത് ഇരുമ്പ് വടിയൊക്കെ ഏന്തി ഇയാൾ പോലീസുകാരെ ആക്രമിക്കാൻ പോകുന്ന ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ BJP അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വഴിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു കാര്യമാണ്. സമാധാനപരമായി ആരംഭിച്ചൊരു ചർച്ച അത് വളരെ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് വഴിമാറിയത് ഈ കോൺഗ്രസ് കൗൺസിലറിൻ്റെ ഇടപെടൽ മൂലമാണെന്നൊക്കെ BJP ആരോപിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ പിന്നാലെയാണ് എന്തായാലും ഇയാൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റ് നടപടികൾ എടുത്തതായി എന്തായാലും ഇപ്പോൾ അറിവില്ല. നിലവിൽ ഇപ്പോഴും സംഘർഷ സാധ്യത തുടരുന്നൊരു സ്ഥലം തന്നെയാണ് ലേ നഗരവും ലഡാക്കും. അതിനോടനുബന്ധിച്ചാണ് അവിടെ ഇപ്പോഴും നിരോധനാജ്ഞ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, 70-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ ഒരു സംഘർഷങ്ങൾക്കെല്ലാം, ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്നിൽ ഉണ്ടായത് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, അയാളുടെ സമരങ്ങളാണെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവരുടെ ആവശ്യങ്ങൾ, ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി, ഒപ്പം തന്നെ ഷെഡ്യൂൾ 6-ൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം, ഇതിൽ രണ്ടിലും കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരുന്നുണ്ട്. ഈ ഒക്ടോബർ 6-ാം തീയതി അടുത്ത ചർച്ചയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇയാൾ നിരാഹാര സമരം പ്രഖ്യാപിച്ചത്. അത് വീണ്ടും സ്ഥിതി വഷളാക്കി, ഈ യുവത്വത്തെ തെരുവിലേക്ക് ഇറക്കി എന്നുള്ള കാര്യമൊക്കെയാണ് കേന്ദ്ര സർക്കാർ അവിടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലോടുകൂടിയും അറിയിച്ചിരിക്കുന്നത്. സോനം വാങ്ചുക്കിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നുള്ളൊരു ആരോപണം കൂടി, അത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന കൂടെ നടന്നിട്ടുണ്ടെന്നും BJPയും കേന്ദ്ര സർക്കാരും ആരോപിച്ചിരിക്കുന്നു. പക്ഷേ ഈ വാദങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ സോനം വാങ്ചുക് തള്ളിയതാണ്. എന്തായാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ചർച്ച എങ്ങനെ പോകുമെന്നുള്ള കാര്യമാണ് ഇത് അറിയാനുള്ളത്. കാരണം സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ലഡാക്കിൻ്റെ ആവശ്യവുമായി സമരം ചെയ്യുന്നവർ, പ്രതിഷേധിക്കുന്നവർ, അവർ വീണ്ടും കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ, ഈ പറയുന്ന ഒക്ടോബർ 6-ാം തീയതി ചർച്ച നടക്കുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ശരി അർജുൻ. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം, അതേപോലെ തന്നെ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അത് ആ പ്രതിഷേധമാണ് നമ്മൾ ലഡാക്കിൽ കണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെയാകും, ചർച്ചകൾ എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.